തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മർത്യജീവിതം ക്ഷണികം, മൃത്യു വന്നിടും ഒരു നാൾ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. മറക്കാതെ നിന്നോട് ആത്മരക്ഷ മുന്നമേ നീ പ്രാപിക്കുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പാപത്തിൻ്റെ ഭാരത്തിനാൽ പാരം കേണു വലഞ്ഞിടുമോ? പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. പരനേശുവിൽ നിന്റെ പാപത്തിൻ്റെ പരിഹാരം കണ്ടിടുവാൻ. യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു. കാൽവരിയിൽ ഉയിർത്തന്നവനാം യേശു നിന്നെ വിളിക്കുന്നു. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികൾക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ വന്ദനം. ഒരു പ്രാവശ്യം കൂടി താൻ സ്നേഹിക്കുന്ന തൻ്റെ മക്കളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിന്ന് യേശുക്രിസ്തു നല്ലവനാണെന്നും യേശുക്രിസ്തു പാപികളെ രക്ഷിക്കുന്നവനാണെന്നും മാനസാന്തരം തരുന്നവനാണെന്നും നിത്യരാജ്യത്തിലേക്ക് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നമുക്ക് രക്ഷ തരുവാനായി രക്തം ചൊരിഞ്ഞവനാണെന്നും സാക്ഷിക്കുവാൻ ഒരവസരം കൂടെ കിട്ടിയതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പാകെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മേന്മയുണ്ടായത് കൊണ്ടല്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഈ കൂട്ടായ്മയിൽ ഞാൻ ചെറുപ്പം മുതലേ കൂടി വരുന്നതാണ്. കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നതും ഈ കൂട്ടായ്മയിലൂടെ ദൈവവചനം കേൾക്കുന്നതിലൂടെ ഹൃദയത്തെ ഒന്ന് നോക്കിക്കാണുവാനുള്ള കൃപ എനിക്ക് പലപ്പോഴും കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെപ്പോലെ ഒരുവനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം വാക്യം വായിക്കാം. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്
അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തിക്കൊടുക്കും. നമുക്ക് പരിചിതമായ ഒരു വേദഭാഗമാണിത്. ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ ചെറുതായിട്ടൊന്ന് പറയാം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ശലോമോൻ രാജാവ് യെരുശലേം ദേവാലയം പണിത് തീർത്തു, രാജധാനിയും പണിതു. വളരെ നാളുകൾക്ക് ശേഷം ദാവീദ് ആഗ്രഹിച്ചിരുന്നത് പോലെ ദാവീദിനത് സാധിച്ചില്ല. എങ്കിലും ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവിന് ഈ ദൈവാലയം പണിയുവാനായിട്ട് കർത്താവ് കൃപ കൊടുത്തു. 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ, 2 ദിനവൃത്താന്തം 6 നാം വായിക്കുമ്പോൾ ശലോമോൻ്റെ പ്രാർത്ഥനയാണ് നാം അവിടെ കാണുന്നത്. ശലോമോൻ ഈ ദേവാലയം പ്രതിഷ്ഠിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന. ഈ 7-ാം അധ്യായം നാം വായിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് കൊടുക്കുന്ന മറുപടിയാണ് 11-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. ഈ ശലോമോൻ രാജാവ് എന്തെല്ലാം പ്രാർത്ഥിച്ചോ, ഈ 6-ാം അധ്യായത്തിൽ വായിച്ച അല്ലെങ്കിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രാർത്ഥനകൾക്കുമുള്ള ഒരു മറുപടി യഹോവയായ ദൈവം ശലോമോന് രാത്രിയിൽ പ്രത്യക്ഷനായി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ 11-ാം വാക്യം മുതൽ നാം വായിക്കുന്നത്. ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേൽ ജനതയെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നവനായ യഹോവയായ ദൈവം മക്കളായ ഇസ്രായേലിന് കുറേ കൽപ്പനകളെല്ലാം കൊടുത്തു, ചട്ടങ്ങൾ കൊടുത്തു. അതെല്ലാം പ്രമാണിച്ച് നടക്കണമെന്ന് മോശെ മുഖാന്തരം അവരോട് അരുളി ചെയ്തു. ഈ മോശെ മുഖാന്തരം തൻ്റെ മക്കളോട് അരുളി ചെയ്ത വചനങ്ങൾ അത് അനുസരിക്കാതെ ഇരുന്നാൽ എന്തെല്ലാമാണ് സംഭവിക്കുക എന്നുള്ളതും യഹോവയായ ദൈവം തന്നെ മോശയിലൂടെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നമുക്ക് അറിയാം. 28-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും എന്തെല്ലാം കൽപ്പനകൾ കൊടുത്തുവോ, ചട്ടങ്ങൾ പ്രമാണിക്കണമെന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനതയെക്കുറിച്ച് ആഗ്രഹിച്ചുവോ, അത് ചട്ടങ്ങളെ അനുസരിച്ച് നടന്നാൽ എന്തെല്ലാം അനുഭവങ്ങൾ, എന്തെല്ലാം സന്തോഷങ്ങൾ, എന്തെല്ലാം പ്രതിഫലങ്ങൾ ജനത്തിന് ലഭിക്കുമെന്ന് വളരെ കൃത്യമായി ഇവിടെ പറയുന്നുണ്ട്. അതോടുകൂടി തന്നെ ഇത് അനുസരിക്കാതെ പോയാൽ, ഇതനുസരിച്ചില്ലെങ്കിൽ എന്തെല്ലാം വിനകളാണ് അവർക്ക് വരുന്നതെന്നും അവിടെ കൃത്യമായി പറയുന്നുണ്ട്. ഈ ശലോമോൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ ആവർത്തന പുസ്തകത്തിൽ പറയുന്ന ആ കാര്യങ്ങൾ ഒന്നൊന്നായി വീണ്ടും പറയുകയാണ്. 6-7 കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ശലോമോൻ. ഞങ്ങൾ ഇന്നത് ചെയ്തു കൊള്ളാം, ഇന്നത് ചെയ്തു കൊള്ളാം, ഞങ്ങൾക്കിന്നതെല്ലാം വന്നാൽ, ഇവിടെ വന്ന് എന്തെല്ലാം ചെയ്താൽ എന്തെല്ലാം നീ ഞങ്ങൾക്ക് തരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മറുപടി യഹോവയായ ദൈവം സ്വന്തമായി തൻ്റെ മകന് ശലോമോന് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം മുതൽ. അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇത് നാം നോക്കുമ്പോൾ ഈ 16-ഉം 17-ഉം ശരിക്കും ഒന്ന് ചേർത്ത് വായിക്കേണ്ടതാണ്. 17-ാം വാക്യം ഒരു പകുതിക്ക് വെച്ചാണ് തുടങ്ങുന്നത്. 16-ഉം 17-ഉം നമുക്ക് ഒന്നുകൂടെ വായിക്കാം. എൻ്റെ നാമം ഈ ആലയത്തിൽ എന്നേക്കും ഇരിക്കേണ്ടതിന് ഞാനിപ്പോൾ ഇതിനെ തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൃഷ്ടിയും എൻ്റെ ഹൃദയവും എല്ലായ്പ്പോഴും ഇവിടെ ഇരിക്കും. നീയോ നിൻ്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ എൻ്റെ മുമ്പാകെ നടക്കുകയും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും ചെയ്യുകയും എൻ്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കുകയും ചെയ്താൽ. ഇത് ഈ 16-ഉം 17-ഉം ശലോമോനോട് ഈ പറഞ്ഞ നാം ആദ്യം കേട്ട ഭാഗം വായിച്ചതിന് ശേഷം ശലോമോനോട് ദൈവം പറയുന്നതാണ്. ഇനി 13-ഉം 14-ഉം വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അർത്ഥം കുറച്ചുകൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 13-ഉം 14-ഉം മഴ പെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ആകാശമടക്കിയോ ദേശത്തെ തിന്നു മുടിക്കേണ്ടതിനെ വെട്ടുക്കിളിയോട് കൽപ്പിക്കുകയോ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ മഹാമാരി വരുത്തുകയോ ചെയ്താൽ, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്
എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇത് ചില കാര്യങ്ങൾ യഹോവയായ ദൈവം തൻ്റെ ജനത്തോട് ചെയ്താൽ, അങ്ങനെ നിങ്ങൾക്ക് അനുഭവമുണ്ടായാൽ എന്തെല്ലാം നിങ്ങൾ ചെയ്യണം, ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങൾ നിങ്ങൾക്ക് വരും എന്നുള്ളതാണ് അവിടെ വീണ്ടും പറയുന്നത്. സീമിംഗ്ലി ഇതൊരു ഒരു എക്സ്പ്രഷനാണ്. എന്തൊക്കെ പ്രോബ്ലങ്ങളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് സാധാരണഗതിയിൽ വരുവാൻ സാധ്യതയുള്ളത് എന്നുള്ളൊരു എക്സ്പ്രഷനാണ് അവിടെ കാണുന്നത്. പറയുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. ഈ ജനം തങ്ങളെ തന്നെ താഴ്ത്തണമെന്ന് കർത്താവ് പറയുമ്പോൾ എന്താണ് അവർക്കില്ലാത്തത്? അവർക്കില്ലാത്തത് തങ്ങളെ തന്നെ അവർ ഉയർത്തി നിൽക്കുകയാണ്. ഉള്ള നിഗളം, അഹങ്കാരം, ഇതാണ് പ്രഥമമായിട്ട് കർത്താവോട് പറയുന്നത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല. തങ്ങളെ തന്നെ താഴ്ത്താതെ നിഗളവും അഹങ്കാരവുമായിട്ടിരിക്കുകയാണ് എന്നാണ് അവിടെ കർത്താവ് തൻ്റെ ജനത്തോട് പറയുന്നത്, ശലോമോനിനോട് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നാം യാക്കോബിൻ്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, 4-ാം അധ്യായം 5-ാം വാക്യം, ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുന്നവനായ ഒരു ദൈവം നമ്മോട് ഇപ്പോൾ ചോദിക്കുന്നത്, ഞാൻ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനമാണ് നിങ്ങൾ. ഈ നിങ്ങളെ തന്നെ താഴ്ത്താതെ അഹങ്കാരത്തിലും നിഗളത്തിലും ഇരിക്കുന്നവരാണോ എങ്കിൽ, അങ്ങനെയാണ് എങ്കിൽ ചില കാര്യങ്ങൾ ചെയ്യണം. സോ ഒന്നാമത്തെ പ്രോബ്ലം നിഗളവും അഹങ്കാരവുമാണ്. സദൃശവാക്യങ്ങളിൽ ഇതിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗർവം യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്നാണ് പറയുന്നത്. യഹോവയ്ക്ക് വെറുപ്പായ കാര്യമാണ് ഗർവം അല്ലെങ്കിൽ നിഗളം. ഈ തങ്ങളെ തന്നെ താഴ്ത്താത്ത ഒരവസ്ഥ ഇസ്രായേൽ ജനതയ്ക്ക് ഉണ്ടായി കഴിയുമ്പോൾ, അപ്പോഴാണ് അവർക്ക് ഈ കഷ്ടങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും എല്ലാം വരുന്നതെന്നാണ് നമ്മോട് ഈ വചനത്തിലൂടെ യഹോവയായ ദൈവം അരുളി ചെയ്യുന്നത്. തങ്ങളെ തന്നെ താഴ്ത്തുന്നില്ല. രണ്ടാമത്തെ എന്താണ്? തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥന മുടക്കുന്നു. പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, അതാണ് ഈ ഇസ്രായേൽ മക്കൾക്ക് പറ്റിയ രണ്ടാമത്തെ കുഴപ്പം. പ്രാർത്ഥനയില്ലാത്ത ഒരവസ്ഥ നമ്മിൽ വന്നാൽ നമുക്ക് ഈ പറഞ്ഞ കഷ്ടങ്ങളെല്ലാം ഒന്നിനു പുറകെ ഒന്നായി വരും. ഓരോ ജയങ്ങളും ക്രിസ്തു തരുന്ന പ്രതിഫലങ്ങളായി നാം കാണുന്നത് പോലെ തന്നെ പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പരാജയങ്ങൾ, അതൊരു ജയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി നാം എടുക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അതിലും ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നമുക്ക് കഴിയുമെങ്കിൽ നമുക്ക് വിജയം സുനിശ്ചിതമാണ്. നമുക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും, പാപത്തിന്മേലാണോ, നമ്മുടെ ദേഷ്യം, നമ്മുടെ അഹങ്കാരം, നമ്മുടെ പ്രാർത്ഥനയില്ലായ്മ, എന്തെല്ലാം ആയിക്കൊള്ളട്ടെ, നമ്മുടെ പരാജയം നമുക്ക് ഒരു ചവിട്ടുപടിയായി നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കണം. പരാജയം വിജയത്തിലേക്കുള്ള ചവിട്ടുപടി. നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടിയ സന്തോഷങ്ങൾ അനേകങ്ങളാണ്. സന്തോഷങ്ങളെ ഓർത്ത് നാം സ്തുതിക്കേണ്ടതും ദൈവത്തെ ആരാധിക്കേണ്ടതുമാണ്. എന്നാൽ ഈ സമയത്ത് നമ്മുടെ ചില പരാജയങ്ങൾ, നമുക്ക് വന്ന കഷ്ടങ്ങൾ, നമുക്ക് വന്ന രോഗങ്ങൾ, നമുക്ക് വന്ന ബുദ്ധിമുട്ടുകൾ, അതെല്ലാം ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയാൽ നാം ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ദൈവസന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും നമുക്ക് സാധിച്ചിട്ടുള്ള ഒരു സമയം നമ്മുടെ പരാജയങ്ങളുടെയോ നമ്മുടെ ബുദ്ധിമുട്ടുകളുടെയോ നമ്മുടെ രോഗങ്ങളുടെയോ സമയമായിരിക്കും. ഒന്ന് തിരിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എൻ്റെ പേഴ്സണലായിട്ടുള്ള അനുഭവം അതാണ്. എന്തെല്ലാം കഷ്ടങ്ങൾ, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം വന്നിട്ടുണ്ടോ, അപ്പോഴെല്ലാം കുറച്ചുകൂടെ സമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും കുറച്ചുകൂടെ സമയം ദൈവസന്നിധിയിൽ ചെലവഴിക്കുവാനും, ഒന്ന് തിരിഞ്ഞ് എന്നെ തന്നെ തിരിഞ്ഞ് ചിന്തിക്കുവാനും നോക്കുവാനും എനിക്ക്
സാധിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് പലർക്കും സാധിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഈ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, നിഗളമുള്ള അവസ്ഥ, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ. അടുത്തത് എന്താണ്? പ്രാർത്ഥനയില്ല, നിഗളവുമാണ്. എൻ്റെ മുഖം അന്വേഷിച്ച്, നാം ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നേയില്ല. നാം നമ്മുടെ ശക്തിയിലും നമ്മുടെ ബലത്തിലും നമ്മുടെ കഴിവിലും ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു. ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാത്ത ഒരു അവസ്ഥയിലാണ് നാം പലപ്പോഴും ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ മുഖമേ നാം അന്വേഷിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നാം ഇരുന്നാൽ നമുക്ക് കഷ്ടതകൾ വരുന്നതിന് നാം വേറെ ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മെ തന്നെയാണ് പറയേണ്ടത്. നമുക്ക് വരുന്ന കഷ്ടതകളുടെ പലതിൻ്റെയും കാരണം നാം തന്നെയാണ്. നാം തന്നെ നമുക്ക് കഷ്ടത ഉണ്ടാക്കി വയ്ക്കുന്നു. നാം തന്നെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നു. നാം തന്നെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കുന്നു. ഇതൊന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുവാനുള്ള അടുത്ത ഒരു വാണിംഗ് കൂടിയാണിത്. തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിയുന്നുവെങ്കിൽ, ഈ ദുർമാർഗങ്ങൾ നമുക്ക് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കിയാൽ ഒന്നിന് പുറകെ ഒന്നായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മിലുള്ള എന്തെല്ലാം ഡിഫക്ട്സ് നമുക്കുണ്ടോ, എന്തെല്ലാം നമുക്ക് കുറവുകളുണ്ട്, നമുക്കുള്ള ദുർമാർഗങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് തന്നെ ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഒരു ഡോക്ടർ രോഗിയെ ചികിത്സിക്കുമ്പോൾ അതിനുള്ള ടെസ്റ്റുകളെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറയും ഇന്ന അസുഖമാണ്. എല്ലാം അതിൻ്റെ ടെസ്റ്റുകളെല്ലാം നോക്കി കഴിയുമ്പോൾ ഡോക്ടർക്ക് ഏതാണ്ട് മനസ്സിലാകും ഇന്ന അസുഖമാണെന്ന് മനസ്സിലാകും. പക്ഷേ നാം അതിനുള്ള ടെസ്റ്റുകളെല്ലാം നോക്കി നമ്മൾ അതിൻ്റെ റിപ്പോർട്ട് ഡോക്ടർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ ആ ഡോക്ടർക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഡയഗ്നോസിസ് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡോക്ടർക്ക് പിന്നെയും പറയുവാനായിട്ട് സാധിക്കും ഇന്ന രോഗത്തിന് ഇനി ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ഇനി എന്തെല്ലാം സാധ്യതകളുണ്ട്, ശരിയാകാനുള്ള സാധ്യതയുണ്ടോ, അതോ ഇത് വീണ്ടും കഠിനമാകാനാണോ, രോഗം കഠിനമാകാനാണോ സാധ്യത, ഇങ്ങനെയെല്ലാം ഒരു ഡോക്ടർക്ക് മനസ്സിലാകും. ഇത് ഇവിടെയും അത് തന്നെയാണ്. നാം ശരിക്കും ചിന്തിച്ച് നോക്കണം, തിരിഞ്ഞ് ചിന്തിക്കണം, നമ്മിലേക്ക് തന്നെ തിരിഞ്ഞ് ചിന്തിക്കണം. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, എന്നോട് തന്നെയും പറയാറുള്ള ഒരു കാര്യമാണ്, അതുപോലെ മറ്റുള്ളവരോടും പറയാറുള്ള ഒരു കാര്യം, നമുക്ക് വരുന്ന നമ്മുടെ ഡീലിങ്സിൽ എവറി ഡേ നമ്മുടെ ഡീലിങ്സിൽ എന്തെല്ലാം കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം നല്ല കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്നെല്ലാം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഒന്ന് ഇൻട്രോസ്പെക്റ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. അത് ആത്മീയത്തിലാണെങ്കിലും നമ്മുടെ ലൗകിക കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്കൊന്ന് വേണം. ഡെയിലി ഒരു ഇൻട്രോസ്പെക്ഷൻ നമുക്കുണ്ടെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാകും. ആ ഇൻട്രോസ്പെക്ഷൻ നമുക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ദുർമാർഗങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. ചില കാര്യങ്ങളൊക്കെ വളരെ ഒബ്വിയസ് ആയിരിക്കും. ദുർമാർഗങ്ങൾ, ചില കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകും. അതിലാരും ഒരു പ്രത്യേകിച്ച് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യം ഉണ്ടാകുകയില്ല. എന്നാൽ ചില കാര്യങ്ങളെല്ലാം നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാലേ മനസ്സിലാകൂ. കൂടുതലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള സമയത്താണ് നാം ചിന്തിക്കേണ്ടത്, ഈ ദുർമാർഗങ്ങൾ എന്നിലുണ്ട്, ഞാൻ ഉദ്ദേശിക്കാത്ത, ഞാൻ ആഗ്രഹിക്കാത്ത പലതും എന്നിൽ കിടക്കുന്നുണ്ട്. എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന പല കാര്യങ്ങളും അപ്പോഴാണ് പുറത്തേക്ക് വരുന്നത്, നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാക്കുന്ന ആ ഒരു അവസ്ഥ നമുക്ക് വരണം. ദുർമാർഗം നമ്മുടെ മനസ്സിൽ നമ്മിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പിന്നെ എന്താണ് അവിടെ പറയുന്നത്? ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ, ദുർമാർഗങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും അതിനെ വിട്ട് തിരിയുന്നില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. എനിക്കിതെല്ലാം ഉണ്ട്, എന്നാൽ ഞാനിതിൽ നിന്നൊന്നും മാറാൻ റെഡിയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നുവെങ്കിൽ പിന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒന്നും ഒരു കാര്യവുമില്ല. ഈ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ ആണ് പിന്നെ പറയുന്ന കാര്യങ്ങൾ. എന്തൊക്കെയാണ് കർത്താവ് നമ്മളോട് പറയുന്നത്? നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന നാം വായിച്ചു, നാം കേട്ടു. നിഗളം 1, താഴ്മയില്ലാത്ത അവസ്ഥ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തുന്നില്ലാത്ത അവസ്ഥ. തങ്ങളെ തന്നെ താഴ്ത്തി
പ്രാർത്ഥിച്ച് പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, നിഗളികളായിട്ട് അഹങ്കാരികളായിട്ടിരിക്കുന്ന അവസ്ഥ, പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാത്ത അവസ്ഥ, തങ്ങളുടെ ദുർമാർഗങ്ങൾ വിട്ടുതിരിയാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്ന മനുഷ്യനോട് ദൈവം പറയുന്നത്, യഹോവയായ കർത്താവ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരൊറ്റ കാര്യം ഇതാണ്: നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എൻ്റെ നാമം വിളിക്കണം, നിങ്ങൾ താഴ്ത്തണം, തന്നെ താഴ്ത്തണം. ആ ഹ്യൂമിലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഹ്യൂമിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മളിലുള്ള പ്രയാസങ്ങളോ നമുക്കുള്ള ബുദ്ധിമുട്ടുകളോ മാറുവാൻ സാധ്യമേ അല്ല. ഈ ഹ്യൂമിലിറ്റി നമുക്ക് വേണം. തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കണം. എപ്പോഴും സന്തോഷിപ്പീൻ. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ, ഈ നമുക്ക് മനസ്സിലായ ദുർമാർഗങ്ങൾ നമുക്ക് വിട്ടു തിരിഞ്ഞാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് ഹി വിൽ ഹിയർ അവർ പ്രേയേഴ്സ്. അവരുടെ പാപം ക്ഷമിച്ച്, ദൈവം നമ്മുടെ പാപം ക്ഷമിച്ചു തരും. പാപക്ഷമ, നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മുടെ പാപം ക്ഷമിച്ച് നമുക്ക് സൗഖ്യവും വരുത്തി തരും. നമ്മുടെ ദേശത്തിന് സൗഖ്യം, നാം അത് നമുക്ക് തന്നെ എന്നങ്ങ് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന സൗഖ്യം ദൈവം തരുന്ന സൗഖ്യം, നമ്മുടെ പാപങ്ങൾ മോചിച്ച് കിട്ടുന്ന ഒരവസ്ഥ. ഞാനിത് പറയുമ്പോൾ എൻ്റെ അനുഭവത്തോട്, എൻ്റെ അനുഭവ സാക്ഷ്യത്തോട് ചേർത്ത് ഞാൻ പറയുകയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, 50 വർഷം മുമ്പ് 1973 വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ എനിക്കും ഈ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുവാനും ജീവിതം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊടുക്കുവാനും കർത്താവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുവാനും ഒരു ഭാഗ്യം കിട്ടി. കാരണം ഇവിടെ ഒരു ആത്മീയ ഉണർവുണ്ടായപ്പോൾ ചാച്ചൻ ഒരു സുവിശേഷകനായിരുന്നു. ആ ചാച്ചനും മമ്മിയും പറയുന്നത് കേട്ട് ഞങ്ങൾക്കും പിള്ളേർക്ക് എല്ലാവർക്കും ഒരു ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുവാനായിട്ടൊരു അവസരം ലഭിച്ചു. ആ അവസരം ഭാഗ്യമായി പോയി. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, അന്നെല്ലാം ചാച്ചൻ പലപ്പോഴും സുവിശേഷ യോഗങ്ങൾക്കായും പ്രാർത്ഥനാ യോഗങ്ങൾക്കായി പോകും. അല്ലെങ്കിൽ ഈ പ്രാർത്ഥന മാത്രമേ ചാച്ചനൊരു, അല്ലെങ്കിൽ സുവിശേഷ യോഗങ്ങളായിരുന്നു ചാച്ചൻ്റെ ഫുൾ ടൈം വേലയെന്ന് പറയാം. അപ്പോൾ ഞങ്ങൾ പിള്ളേരുടെ പഠിത്തത്തിലൊന്നും അത്രയധികം ശ്രദ്ധിക്കുവാനായിട്ട് മമ്മിക്ക് മാത്രമേ ശ്രദ്ധിക്കുവാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. എന്നാൽ ആ ചെറുപ്പത്തിലെല്ലാം ഈ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം ഒരു സന്തോഷം മനസ്സിലുണ്ടായിരുന്നു. ഒരു പ്രയാസമില്ലാതെയാണ് ജീവിതം നയിച്ചു വന്നിരുന്നത്. എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി നടന്നു എന്നല്ല പറയുന്നത്, എന്നാൽ പോലും ഹൃദയത്തിലൊരു സന്തോഷം, അത് ദൈവം തന്ന സന്തോഷമാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം ഇതായിരിക്കുമല്ലേ? ഈ നല്ല കാലങ്ങളെ നാം ഒന്ന് ഓർത്തു നോക്കണം. ഹൃദയത്തിലെ സന്തോഷം, സമാധാനം. ഞാൻ വീണ്ടും നോക്കുമ്പോൾ എൻ്റെ ഭൗതികമായ എല്ലാ കാര്യങ്ങളിലും ഒന്നിനു പുറകെ ഒന്നായി കർത്താവ് എന്നെ പടിപടിയായി നടത്തി. എൻ്റെ പഠിത്തം, എൻ്റെ ജോലി, എൻ്റെ വിവാഹം, എനിക്ക് കിട്ടിയ ഭാര്യ, എനിക്ക് കിട്ടിയ മക്കൾ, എല്ലാം ദൈവം തന്ന ദാനം. ഞാനിപ്പോഴും ഓരോന്നോരോന്ന് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ എൻ്റെ ആത്മീക വർധനയ്ക്ക് എന്തെല്ലാം ആവശ്യമുണ്ടോ കർത്താവ് അതെല്ലാം തന്നു. ഞാൻ ഇത് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാരണം, നാം ഓരോരുത്തരും ഇവിടെ വരുമ്പോൾ നാം ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം, കർത്താവായ യേശുക്രിസ്തു വരുന്ന ഒരു സ്ഥലത്താണ് നാം വന്നിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ യാചനകൾക്കും നമ്മുടെ പ്രാർത്ഥനകൾക്കും മറുപടി തരുവാനായി വന്നിരിക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു സ്ഥലത്ത് നാം ആ കർത്താവിനെ നമ്മുടെ ഹൃദയകണ്ണുകളാൽ കാണുന്നുവെങ്കിൽ, നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അവൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഇട്ടുകൊടുക്കുവാൻ സാധിക്കുന്നുവെങ്കിൽ, നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവ് ആ കാര്യങ്ങൾക്ക്, നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനല്ലേ? നാം തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മുടെ തന്നെ അനുഭവം വെച്ച് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക.
നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നവനായ ഒരു കർത്താവായ യേശുക്രിസ്തു ആണ് നമുക്ക് ഉള്ളത് എങ്കിൽ ഇപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ രോഗങ്ങൾ, എല്ലാവർക്കുമുണ്ട് പ്രയാസങ്ങൾ, എല്ലാവർക്കുമുണ്ട് ദുഃഖങ്ങൾ, ഓരോന്നോരോന്നായി ദൈവസന്നിധിയിലേക്ക്, നമ്മെ കാണുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക്, നമ്മെ സ്നേഹിക്കുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നാം ഒന്ന് ഇട്ടുകൊടുത്താൽ നമുക്കതിനുള്ള ഒരു പരിഹാരം ദൈവം തരുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാം അനുഭവമായിരിക്കും ഇത്. ഈ 7-ാം അധ്യായം 14-ാം വാക്യം നാം വായിക്കുമ്പോഴും നാം അത് തന്നെയാണ് ഓർക്കേണ്ടത്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മുടെ രോഗങ്ങൾക്ക് സൗഖ്യം വരുത്തി കൊടുക്കും. ഇതാണ് കർത്താവ് നമ്മോട് പറയുന്നത്. നിങ്ങൾക്ക് പാപമോചനം വേണമോ, നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തണമോ, നമുക്ക് സൗഖ്യം വേണമോ, ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ സിമ്പിളാണ്. ഈ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എത്രയോ വലുതാണ്. നമുക്ക് വേണ്ടിയുള്ള ഒരു മഹാപുരോഹിതൻ, നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി, നമ്മുടെ രക്ഷയ്ക്കായി, നമ്മുടെ നിത്യജീവനായി നമുക്ക് വേണ്ടി രക്തം വാർന്നൊലിച്ച ആ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ സമയത്ത് 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വരുന്നുവോ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്തവനായ കർത്താവായ യേശുക്രിസ്തു, ആ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഇരിക്കുമ്പോൾ നാം അവൻ്റെ സന്നിധിയിലേക്ക്, അവൻ്റെ കൈകളിലേക്ക് സകലതും ഒന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് നിശ്ചയമായിട്ടും ദൈവസന്നിധിയിൽ നിന്ന് വിടുതലും പാപമോചനവും നിത്യജീവനും ലഭിക്കും. അതിന് ദൈവം നമ്മെ ഇടയാക്കട്ടെ. പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ കർത്താവെ, സ്നേഹം നിറഞ്ഞ യേശുവേ, ഇപ്പോൾ ഞങ്ങളെ കേൾപ്പിച്ച വചനങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു. ആ ശലോമൻ രാജാവിന് അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട് എൻ്റെ ദൈവമേ, അവിടുന്ന് അരുളി ചെയ്തു, നിങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ട് തിരിയണം, നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നെല്ലാം അരുളി ചെയ്തിട്ട് ഞങ്ങളുടെ സകല യാതനകളും കേൾക്കുന്നവൻ, ഞങ്ങളുടെ രോഗത്തിന് സൗഖ്യം വരുത്തി തരുന്നവൻ, ഞങ്ങളുടെ ദുർമാർഗങ്ങളെ ക്ഷമിച്ചു തരുന്നവനായ കർത്താവ് ഇപ്പോൾ ഞങ്ങളുടെ മധ്യത്തിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ സകലതും ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് നിത്യജീവനും രക്ഷയും തരണമേ. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം അരുളുമാറാകണമേ. ആമീൻ.